സംഗീതത്തിൻ്റെ ആദ്യകാല ഗ്രന്ഥങ്ങളിൽ പരാമർശമുള്ള വളരെ പുരാതനമായ ഒരു രാഗം, വിലക്കപ്പെട്ടതെന്നും ആലപിച്ചാൽ അന്നം പോലും മുടങ്ങുമെന്നും പലരും വിശ്വസിക്കുന്ന ഒരു രാഗം, ഗുരുക്കന്മാർ ശിഷ്യന്മാർക്ക് മുഴുവനായും പഠിപ്പിച്ചു കൊടുക്കാത്തതും സംഗീത കച്ചേരികളിൽ വളരെ വിരളമായി മാത്രം ഉപയോഗിക്കുന്നതുമായ ആഹിരി എന്ന രാഗത്തെക്കുറിച്ച്. വെൽക്കം ടു കച്ചട്ടത്തപ്പ മലയാളം പോഡ്കാസ്റ്റ്. அந்த ஆகரியில கீர்த்தனை ஒண்ணு பாடுறீங்களா? നാഗവല്ലി. ഫാസിൽ സംവിധാനം നിർവഹിച്ച് മോഹൻലാൽ അഭിനയിച്ച മണിച്ചിത്രത്താഴ് സിനിമ കണ്ടവരാരും എളുപ്പത്തിൽ ഈ ഡയലോഗ് മറക്കില്ല. ഗംഗ തുറന്ന തെക്കിനിയിലെ മുറിയടച്ച് നാഗവല്ലിയെ കുടിയിരുത്താൻ തമ്പിയും ദാസപ്പനും കാട്ടുപറമ്പനും കൂടി തെക്കിനിയിലെത്തുമ്പോൾ നാഗവല്ലി പറയുന്ന വാക്കുകളാണിത്. മണിച്ചിത്രത്താഴ് എന്ന സിനിമയിൽ ആഹിരി രാഗത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. സംഗീതശാസ്ത്രമനുസരിച്ച് 8ാമത്തെ മേളകർത്ത രാഗമായ ഹനുമത്തോടിയിൽ നിന്നാണ് ആഹിരി ജനിച്ചിരിക്കുന്നത് എന്ന് പറയപ്പെടുന്നു. അതല്ല, 14ാമത് മേളകർത്ത രാഗമായ വാഗുളാഭരണത്തിൻ്റെ ജന്യരാഗമാണ് ആഹിരി എന്നും പറയപ്പെടുന്നു. ഈ പറഞ്ഞതിൽ വിരോധാഭാസം എന്തെന്നാൽ ഹനുമത്തോടിയേക്കാളും വാഗുളാഭരണത്തെക്കാളും പ്രായമുള്ള രാഗമാണ് ആഹിരി. ഇത് ഒരു ഭാഷാംഗ രാഗമാണ്. സവിശേഷമായ ഒരു ഘടനയുള്ള ആഹിരിയുടെ അന്തർലീനമായ ഭാവം ഭയാനകവും ദിവ്യത്വവുമാണ്. ഇത് നമ്മളിൽ ശാന്തമായ ഒരു മാനസികാവസ്ഥ സൃഷ്ടിക്കുന്നു. ആഹിരിയുടെ ഏറ്റവും അടുത്ത രാഗം അസവേരിയാണ്. ഘണ്ട, പുന്നകവരളി എന്നിവയും ആഹിരിയുമായി സാമ്യതകൾ കാണിക്കുന്ന രാഗങ്ങളാണ്. ആഹിരി രാഗം നമ്മളിൽ സൃഷ്ടിക്കുന്ന ആ ഒരു പ്രത്യേക മാനസികാവസ്ഥ കാരണം അത് വളരെയധികം ആകർഷകത്വമുള്ളതാണ്. ഭക്ഷണത്തെക്കുറിച്ചും ആഹിരി രാഗത്തെക്കുറിച്ചുമുള്ള മിഥ്യയെ 2 തരത്തിലാണ് വ്യാഖ്യാനിക്കുന്നത്. അതിൽ ആദ്യത്തേത് ആഹിരി രാഗം ആലപിച്ചാൽ നിങ്ങൾക്ക് ഭക്ഷണം നിഷേധിക്കപ്പെടും എന്നുള്ളതാണ്. രണ്ടാമത്തേത് ആഹിരി രാഗം ആലപിച്ചാൽ നിങ്ങൾക്ക് വിശപ്പ് തോന്നുകയില്ല എന്നുള്ളതുമാണ്. പശ്ചാത്തലത്തിൽ വാദ്യോപകരണങ്ങൾ ഒന്നുമില്ലാതെ കേൾക്കുമ്പോൾ വളരെ ശാന്തവും ആകർഷകവുമായ അപൂർവ രാഗങ്ങളിൽ ഒന്നാണ് ആഹിരി. വളരെ നിഗൂഢമായ ആഹിരിയുടെ വിശദരൂപം ഇന്നും അവ്യക്തമാണ്. ആഹിരി രാഗം സന്ധ്യാസമയങ്ങളിൽ ആലപിക്കാറില്ല. അതുപോലെ തന്നെ കച്ചേരികളിൽ വളരെ വിരളമായി മാത്രമേ ഈ രാഗം ഉപയോഗിക്കാറുള്ളൂ. ഉപയോഗിച്ചാൽ തന്നെ വളരെ കുറച്ച് നേരത്തേക്ക് മാത്രമേ ഉപയോഗിക്കൂ. കാരണം ഇതുണ്ടാക്കുന്ന മാനസികാവസ്ഥയിൽ നിന്നും വളരെ പെട്ടെന്ന് മാറി മറ്റൊരു രാഗത്തിലേക്ക് പോകാൻ കഴിയില്ല. അതിനാൽ തന്നെ ഇത് കച്ചേരിയുടെ അവസാന ഭാഗങ്ങളിൽ മാത്രമാണ് ഉപയോഗിക്കാറ്. 100 വർഷത്തോടടുക്കുന്ന മലയാള സിനിമാ ചരിത്രത്തിൽ 7 തവണ മാത്രമേ ഈ രാഗം ഉപയോഗിച്ചിട്ടുള്ളൂ എന്നുള്ളതും ഈ രാഗത്തിൻ്റെ നിഗൂഢത വിളിച്ചോതുന്നു.